പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ ദൈവജനങ്ങളെ, നിങ്ങളെല്ലാവരെയും ഈ ജൂൺ 2 2024 ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ ജൂൺ 2 ഈ വചന ശുശ്രൂഷയിൽ തിരുസഭ മാതാവ് നമുക്ക് തരുന്ന വിചിന്തനം പരിശുദ്ധ കുർബാനയാണ്. കോർപ്പൂസ് ക്രിസ്തി പെരുന്നാൾ. അപ്പോൾ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് തിരുസഭ മാതാവ് വരുന്ന വചനങ്ങളൊക്കെ ധ്യാനിച്ച് അതിൻ്റെതായ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് വാങ്ങിച്ചെടുക്കാം. അപ്പോൾ വചന ശുശ്രൂഷ മുന്നോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസഹായം അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സൃഷ്ടി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, ദൈവത്തിൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് പ്രാർത്ഥിച്ചോളണമേ. ആമേൻ. ഒന്നുകൂടി നമുക്ക് സ്തുതി പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ഈ കോർപ്പൂസ് ക്രിസ്തി പെരുന്നാളിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയുടെ തിരുനാളിൻ്റെ ഒന്നാമത്തെ വായന പുറപ്പാടിൻ്റെ പുസ്തകം 24 അധ്യായം 3 മുതൽ 8 വരെയാണ്. 23-ാമത്തെ പുറപ്പാടിൻ്റെ പുസ്തകം 23 തൊട്ട് വായിക്കണത് നന്നായിരിക്കും, ഒരു അടിത്തറ കിട്ടും നമുക്ക്. അപ്പോൾ 24-ാം അധ്യായത്തിൽ 3 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളാണ് കുർബാന മധ്യേ നമുക്ക് വായിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെയാണ് സംഭവം. അതായത് മോസസ് ദൈവത്തിൻ്റെ അടുക്കൽ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് മുമ്പിൽ നിന്നും കൽപ്പനകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന സംഭവമാണ് അവിടെ കാണുന്നത്. എന്നിട്ട് ദൈവം മോസസിനോട് പറയും, എഴുതിയെടുക്കാനൊക്കെ പറയും. എന്നിട്ട് എഴുതിയെടുത്തിട്ട് അത് പിന്നെ പിറ്റേ ദിവസം ജനങ്ങളുടെ മധ്യത്തിൽ വന്നത് വായിക്കുകയും അവരെല്ലാവരും ദൈവം പറഞ്ഞനുസരിച്ച് ഞങ്ങളത് ചെയ്തോളാമെന്ന് സമ്മതിക്കുകയൊക്കെ ചെയ്ത്, എന്നിട്ട് അവർ ഒരു കാളക്കുട്ടിയൊക്കെ ബലിയർപ്പിച്ച്, സമാധാന ബലിയൊക്കെ അർപ്പിച്ചിട്ട് അതിൻ്റെ രക്തമെടുത്ത് പകുതി 12 ഗോത്രങ്ങളെ സൂചിപ്പിക്കുന്ന തൂണുകളൊക്കെ അവിടെ നാട്ടിയിട്ടുള്ളൊരു ബലിപീഠം അവിടെ മോസസ് ശരിയാക്കുന്നുണ്ട്. എന്നിട്ട് ആ ബലിപീഠത്തിന്മേൽ പകുതി രക്തം അങ്ങോട്ട് തളിക്കും. പിന്നെ പകുതി രക്തം മോസസ് വായിച്ചതിന് ശേഷം ജനങ്ങളിങ്ങനെ മറുപടി പറയും, ദൈവം പറഞ്ഞിട്ടുള്ള ഈ കൽപ്പനകളെല്ലാം ഞങ്ങൾ അനുസരിക്കുന്നതാണ് എന്ന് പ്രഖ്യാപിക്കും. അങ്ങനെ ഒരു ഉടമ്പടി, അതിൻ്റെ ഉടമ്പടിയുടെ സൂചനയായിട്ട് അവരുടെ മേത്തും ഈ അവരന്ന് അർപ്പിച്ച ബലിയുടെ തിരുരക്തം കൂടെ അവരുടെ മേത്തും ഒഴിക്കുകയാണ്. പകുതി അപ്പോൾ ബലിപീഠത്തുമ്മയും പകുതി ഇവിടെ. അപ്പോൾ ഇവിടെ തിരുരക്തം കൊണ്ടൊരു ഉടമ്പടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാളയുടെ രക്തമെടുത്താണ് അവരങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മളിപ്പോൾ ഇന്ന് ഈ 2-ാമത്തെ വായന ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം 11 മുതൽ 15 വരെയൊക്കെ പഠിക്കുമ്പോൾ അവിടെ നമ്മളോട് പറഞ്ഞു തരുന്ന ഇതാണ്. അതായത് കാളക്കുട്ടിയുടെ ആ രക്തം ശരിക്കും അവരുടെ ശാരീരികമായ അഴുക്കുകളൊക്കെ മാറ്റാനേ കഴിയുകയുള്ളൂ. പക്ഷേ ശരിക്കും നമ്മുടെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാ തരത്തിലുള്ള അശുദ്ധികൾ മാറ്റാൻ ദൈവത്തിൻ്റെ രക്തം, ഈശോയുടെ രക്തം, അതാണ്
ഈശോ കാൽവരി മലയിൽ സമർപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ ഈ ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഈശോ അവിടെ പറയുന്നതാണ്, മാർക്കോസ് സുവിശേഷകൻ എഴുതിയ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായം 12 മുതൽ 26 വരെയാണ് ശരിക്കും ഇങ്ങനെ വചനങ്ങളുള്ളത്. അപ്പോൾ അത് പുതിയ ഉടമ്പടിയുടെ രക്തമാണെന്ന് പറഞ്ഞുകൊണ്ട് അനേകരുടെ രക്ഷയ്ക്കായി പുതിയ ഉടമ്പടിയുടെ. അപ്പോൾ നമ്മളുടെ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നൊരു കാര്യം എന്നാണ്, നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് ഈശോയുടെ ആ ബലിയർപ്പണത്തിൽ നിന്ന് വരുന്നതാണ്. ഈശോയുടെ ബലിയർപ്പണം, ആ ബലിയർപ്പണം ഈശോ അത് പെസഹ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ആഘോഷത്തോട് ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം അത് കൊണ്ടുവരുന്നത്. നമുക്കറിയാലോ, പെസഹ എന്ന് പറയുന്നത് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾ മോചിച്ചു കൊണ്ടുപോകുന്ന സംഭവമാണ്. പുറപ്പാടിൻ്റെ ദിവസം 14-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ആ ഒരു സംഭവം അവിടെ ഒരു അടിമത്തത്തിൽ നിന്ന് മോചനം അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ അടിമത്തത്തിൽ നിന്നുള്ള മോചനം അവരുടെ കട്ടിളപ്പടികളിലൊക്കെ ആ രക്തം കണ്ടിട്ട് സംഹാരദൂതൻ അതൊക്കെ കടന്നു പോയിട്ട് അവിടുത്തെ മക്കളെയൊന്നും കൊല്ലാതെ മറ്റ് രക്തം കാണാത്ത വീട്ടിൽ, രക്തമില്ലാത്ത വീട്ടിൽ, ഇങ്ങനെയുള്ള ഈ ദൈവത്തിൻ്റെ ഉടമ്പടിക്കൊന്നും വിലവെക്കാത്ത വീട്ടിൽ അവിടുത്തെ ആദിജാതന്മാരെയൊക്കെ കൊന്നെടുത്തുകൊണ്ട് അവിടെ വലിയൊരു കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടാണ് ദൈവം മോസസിലൂടെ ഇസ്രായേൽ മക്കൾക്ക് ശരിക്കൊരു വിടുതൽ തരുന്നത്. പല 10 പ്ലേഗോടെ നടത്തിയെന്നാണ്, 10 മഹാമാരി നടത്തിയെന്നാണ് പറയുന്നത്. ആ 10 മഹാമാരി നടത്തിയിട്ട് 10ാമത്തെ മഹാമാരി, അതായത് ഫറവോയുടെ ആദിജാതം പോലും മരിച്ച ഒരു മഹാമാരി. ആ മഹാമാരി വന്നപ്പോഴാണ് ഫറവോയുടെ മനസ്സൊക്കെ ഇളകിയതും അദ്ദേഹം വിട്ടുകൊടുക്കാൻ ഇസ്രായേൽ മക്കളെ അടിമത്തിൽ നിന്ന് വിട്ട് ദൈവം പറയണ പോലെ ഇവിടുന്ന് കാനാൻ ദേശത്തിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു വിടുന്ന. എന്നാലും ആ മനസ്സൊക്കെ ശരിക്കും മാറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ചെങ്കടലിൻ്റെ അവിടെ വന്നപ്പോൾ ഇനിയും പിടിച്ച് തിരിച്ചു കൊണ്ടുവരാമെന്നൊക്കെ തീരുമാനിച്ചായിരുന്നു. പക്ഷെ അപ്പോഴേക്കും മോസസിനോട് ദൈവം പറഞ്ഞതനുസരിച്ച് തൻ്റെ വടിയൊക്കെ നീട്ടി ചെങ്കടൽ 2ആയി പിളർന്ന് അത് വരണ്ട ഭൂമിയായി ഇസ്രായേൽ മക്കൾക്ക് യാതൊരു ആപത്തും വരാതെ ഫറവോൻ്റെ സൈന്യങ്ങളൊക്കെ ഇങ്ങനെ അടുത്ത് വരുന്ന സമയത്ത് ഇവർക്ക് സുന്ദരമായിട്ട് ഈ ചെങ്കടലിലൂടെ വരണ്ട ഭൂമിയിലൂടെ കടന്നു പോകാൻ പറ്റിയതിൽ ദൈവം ചെങ്കടലിനെ അത്ഭുതകരമായി അങ്ങോട്ട് മാറ്റി നിർത്തി. അവിടുത്തെ അവർക്ക് പോകാൻ പറ്റിയ വഴിയിലുള്ള വെള്ളം മുഴുവനും മാറ്റി അത് വരണ്ട ഭൂമിയാക്കി നടന്നു പോകാൻ പറ്റിയ വിധത്തിലാക്കി. നേരെ മറിച്ച് ഫറവോയുടെ സൈന്യങ്ങൾ എത്തിയപ്പോഴേക്കും വടി നീട്ടാനായിട്ട് പറഞ്ഞു. അങ്ങനെ മോസസ് വടി നീട്ടിയപ്പോൾ ആ ചെങ്കടലിൽ, വിഭജിക്കപ്പെട്ടിരുന്ന ചെങ്കടലിൽ 2 ഭിത്തി പോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ മാറി നിന്നിരുന്ന അവസ്ഥയൊക്കെ മാറിയിട്ട് വീണ്ടും ചെങ്കടൽ യോജിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ യോജിച്ചപ്പോൾ ഇസ്രായേൽ മക്കളെ മുഴുവനും തിരിച്ചു പിടിച്ചു കൊണ്ടുപോകാനായിട്ട് വന്ന സൈന്യങ്ങൾ മുഴുവനും അതിൽ വെള്ളത്തിൽ പെട്ടുപോയി. അവരെല്ലാവരും നശിച്ചു എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് അതൊക്കെ. മോസസിലൂടെയാണ് അതൊക്കെ പ്രവർത്തിക്കുന്നതെങ്കിൽ തന്നെയും. അപ്പോൾ ആ ഒരു ഫറവോൻ്റെ കീഴിലുള്ള അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ തിരുനാളിന് വളരെ വലിയൊരു അർത്ഥമൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫറവോൻ്റെ അടിമത്തം എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് ഇസ്രായേൽ മക്കൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ശത്രു ഫറവോയായിരുന്നു.
ഒരു പിശാചിൻ്റെ പ്രതീകമാണ് ഫറവോ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എല്ലാ വിധത്തിലും ഇങ്ങനെ ഞെരുക്കുക, പീഡിപ്പിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ഞെരുക്കവും പീഡനങ്ങളും ഇപ്പോഴും സാക്ഷാൽ പിശാചിൻ്റെ ഒരു ഒരു മേഖലയിലാണ് ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഉണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക. അതാണ് ഈശോയുടെ ജോലി. ഈശോയെ ഏൽപ്പിച്ചു കൊടുത്ത ജോലി അതാണ്. അതായത് മനുഷ്യ മക്കളെ ഇവിടുത്തെ ദുരിതത്തിൽ നിന്ന് രക്ഷിച്ച് സ്വർഗത്തിലെത്തിക്കുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു ബലിയർപ്പണമുണ്ട്. അപ്പം അന്നത്തെ കാളക്കുറ്റിയെ ബലിയർപ്പിച്ചത് ഫറവോ എന്ന് പറഞ്ഞ ആ ദുഷ്ടൻ്റെ, നീചൻ്റെ, അല്ലെങ്കിൽ നന്ദിയില്ലാത്തവൻ്റെ, അല്ലെങ്കിൽ ഒരു പൈശാചിക പ്രതീകത്തിൻ്റെ വിടുതലിൽ നിന്ന് കിട്ടാൻ വേണ്ടിയായിരുന്നു. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ശരിക്കും ഇവിടെ പാപകരമായ കാര്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നൊരു പിശാചിൻ്റെ പ്രേരണയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന രക്ഷ യേശുവിൻ്റെ രക്തത്തിലൂടെ നമുക്ക് നേടിത്തരികയാണ്. അപ്പോൾ യേശുവിൻ്റെ രക്തം, അതാണ് ഈശോ പറയണത്, ഇതെൻ്റെ പുതിയ ഉടമ്പടിയാണെന്ന് പറഞ്ഞു. അപ്പം അന്ന് മോസസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് പഴയ ഉടമ്പടിയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഒന്നാമത്തെ വായനയിൽ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ നമ്മൾ കണ്ടു കാണും. അതായത് ഒന്നാമത്തെ വായനയിൽ ദൈവത്തിൻ്റെ ആ വചനങ്ങൾ വായിച്ചതിന് ശേഷമാണ് രക്തം തളിക്കൽ കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുർബാനയുടെ രൂപം അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം കുർബാനയിൽ ആദ്യം വചനം വായിക്കുന്നു. വചനം വായിച്ചതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ഈ വചനം അനുസരിച്ച് ഞങ്ങൾ ജീവിച്ചു കൊള്ളാമെന്ന് ഇസ്രായേൽ മക്കൾ പറഞ്ഞതുപോലെ പുതിയ ഇസ്രായേൽ മക്കളായ നമ്മളെല്ലാവരും പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ ആണ് പ്രതിവചനം പറയണത്. അതായത് നമ്മളിപ്പോൾ ഇന്ന് പ്രതിവചനം പറയണത് എങ്ങനെയാണ്? രക്ഷയുടെ പാനപാത്രം എടുത്ത് ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ കുർബാനയ്ക്ക് ചെയ്യുന്നത്. രക്ഷയുടെ പാനപാത്രം എടുത്ത്, കാരണം ഈശോ നമ്മുടെ കയ്യിലോട്ട് തന്നിരിക്കുന്ന, അതാണല്ലോ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത്. പാനപാത്രം എടുത്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് എൻ്റെ പുതിയ ഉടമ്പടിയുടെ രക്തമാണ്, അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം എന്ന് പറഞ്ഞുകൊണ്ട് അതായിരുന്നു. അപ്പോൾ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ കുർബാനയുടെ ആ ഒരു വലിയ കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ശരിക്കും ഞായറാഴ്ച കുർബാന യാതൊരു കാരണവശാലും മുടങ്ങരുത്. പിന്നെ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ച് നമ്മൾ നിരന്തരം എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റുമോ അത്രയും കുർബാനയ്ക്ക് പോകണം. ചിലവർക്ക് പ്രത്യേക കൃപ കിട്ടാറുണ്ട്, ഇഷ്ടംപോലെ കുർബാനയിലൊക്കെ പങ്കെടുക്കുന്നവരൊക്കെ ഉണ്ട്. അതിന് സാധിക്കുന്നവർ അതും ചെയ്യണം. എന്നുവെച്ചാൽ കുർബാന എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ശാരീരികമായ പാപങ്ങളല്ല, മാനസികമായ പാപങ്ങളല്ല, ആത്മീയമായ പാപങ്ങൾ പോലും ക്ഷമിക്കുന്ന ഈശോയുടെ പരിശുദ്ധമായ ബലിയുടെ യോഗ്യത വഴി നമ്മൾ വിശുദ്ധരാകണം. അങ്ങനെ വിശുദ്ധരാകുമ്പോഴാണ് നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. ഈശോയുടെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മൾ അറിയും. ഈശോയുടെ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയണമെങ്കിൽ നമ്മളുടെ അശുദ്ധിയെല്ലാം മാറണം. അശുദ്ധി മാറണമെങ്കിൽ രക്തത്താൽ നമ്മൾ കഴുകപ്പെടണം. ഈശോയുടെ പരിശുദ്ധമായ രക്തത്താൽ നമ്മൾ കഴുകപ്പെടണം. ഈശോയുടെ പരിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടാനായിട്ട് നമുക്ക് ഇങ്ങനെ ഈശോയെ ബലിയർപ്പിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുക, എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല, അവന് നിത്യമായി ജീവിക്കും എന്ന് പറയുന്നത്. കാരണം ഈശോ ഇവിടെ നിന്ന് മരിച്ചു ഉയർത്തെഴുന്നേറ്റ്, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40 നാൾ സ്വർഗത്തിലേക്ക് കയറിയാണ്ട് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. എന്നിട്ട് ഈശോ പറയുന്ന വചനങ്ങളൊക്കെ നമ്മൾ ഓർക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്ന എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥാനങ്ങളുണ്ട്, അവിടെ നിങ്ങളെ ഞാൻ ഒരു ദിവസം കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. ഈശോ ദൈവമാണ്, ഈശോ സത്യവാനാണ്. അവിടുന്ന് പറഞ്ഞിരിക്കുന്ന സത്യം അനുസരിച്ച് പിശാച് പറയുന്ന നുണ പോലെയല്ല. പിശാച് മുഴുവൻ നുണയൊക്കെ പറയുന്നു. പിശാചിൻ്റെ സ്വാധീനമുള്ളവരും ഇങ്ങനെ നുണ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യും. ദൈവം പഠിപ്പിച്ചതൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കാനൊക്കെ വചനങ്ങളൊക്കെ വളച്ചൊടിച്ചും തെറ്റിച്ചുമൊക്കെ പറയും. പക്ഷെ വചനത്തെ അതേപോലെ തന്നെ സത്യസന്ധമായി പരിശുദ്ധ അമ്മയെപ്പോലെ വിശ്വസിച്ച് ഹൃദയത്തിൽ നിരന്തരം ധ്യാനിച്ച് എനിക്കതിന്
അർഹതയും യോഗ്യതയും തന്നെയെന്ന് പറഞ്ഞ് നിരന്തരം ഇങ്ങനെ പ്രാർത്ഥിച്ച് ജീവിക്കേണ്ട ഒരു ജീവിതമാണ് ക്രിസ്ത്യാനിയുടെ ജീവിതം. അല്ലെങ്കിൽ അവൻ ക്രിസ്ത്യാനിയാകുന്നില്ല. ശരിക്കും ഈശോ കൊണ്ടുവന്ന ഈ രക്ഷ, സ്വർഗത്തിൽ പിതാവിൻ്റെ പക്കൽ ജീവിക്കുന്ന രക്ഷ, അത് കിട്ടില്ല. അപ്പോൾ ആ രക്ഷ മേടിച്ചെടുക്കണമെങ്കിൽ ശരിക്കും ഇങ്ങനെ ഈശോ പറഞ്ഞിട്ടുള്ള ഈ വചനങ്ങളിൽ വിശ്വസിക്കുകയും ധ്യാനിക്കുകയും നിരന്തരം അതിനുവേണ്ടി ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. അതും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. നമ്മളെന്തെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചിന്ത ഇതായിരിക്കണം: എനിക്ക് സ്വർഗത്തിലെത്തണം, എനിക്ക് മാലാഖമാരെ കൂടിയും സകല വിശുദ്ധരോടുകൂടിയും ദൈവത്തെ സ്വർഗത്തിൽ ആരാധിക്കണം. നമ്മൾ അവിടുത്തെ മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. ഇത് വിശ്വസിക്കാൻ പ്രത്യേകം കൃപ കിട്ടിയതാണ്. മാത്രമല്ല, ദൈവത്തിൻ്റെ ഈശോയുടെ പ്രത്യേക ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ കൽപ്പന എന്താണ്? ലോകം മുഴുവനും പോയി സർവ്വസൃഷ്ടികളോട് ഈ സുവിശേഷം അറിയിക്കണമെന്ന് പറഞ്ഞൊരു കൽപ്പനയുണ്ട്. അതനുസരിച്ച് നമുക്ക് തന്നിരിക്കുന്ന ലോകത്തിൽ നമ്മുടെ മക്കളായാലും നമ്മുടെ ഭാര്യയായാലും നമ്മുടെ ഭർത്താവായാലും നമ്മുടെ അയൽവക്കക്കാരായാലും ജോലിസ്ഥലത്തായാലും എവിടെയായാലും ദൈവികമായ ഈ ദിവസത്യങ്ങളൊന്ന് പറയാനായിട്ടുള്ള തൻ്റെ ഇടം നമുക്ക് വേണം. ആ തൻ്റെ ഇടം പരിശുദ്ധാത്മാവ് നമുക്ക് തരും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ. അതിനെക്കുറിച്ച് ലജ്ജിക്കുവാനോ അതിനെ കളിയാക്കി പറയുവാനോ ഒന്നും ഇടവരരുത്. അങ്ങനെ മറ്റുള്ളവർ ചെയ്താലും നമ്മൾ അതിനെ തിരുത്താനും അവിടെ ഒരു ദൈവത്തിൻ്റെ ഒരാളായിട്ട് പ്രവർത്തിക്കാനും മോശസ് നിന്നതുപോലെ നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ നിന്ന് ദൈവം സത്യവാനാണെന്നും ആ ദൈവത്തെ ഒരിക്കലും തള്ളിപ്പറയാനോ അവഹേളിക്കുവാനോ ഒന്നിനും ഇടവരരുതെന്നുള്ള ആ ഒരു നല്ലൊരു നിലനിൽപ്പ് നമുക്ക് വേണം. എന്നാൽ മാത്രമേ ദൈവത്തിന് മുമ്പിൽ നമ്മളെ സ്വീകരിക്കുകയുള്ളൂ. കാരണം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-ാമത്തെ വാക്യം പറയുന്ന പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ അംഗീകരിച്ച് പറയുമ്പോൾ അപ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കുകയും അത് സ്വന്തമാക്കുകയും അതിനെപ്പറ്റി പറയുന്നതിൽ യാതൊരു മടിയും കാണിക്കരുത്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്നൊക്കെ നമ്മൾ പറയണത്. അതൊക്കെ പറയാനൊരു നാണം തോന്നരുത്. നമ്മളെ ഈ എന്താണ് പറയുന്നത്, ഈ സെക്യുലർ വേൾഡ് എന്ന് പറയും, ഈ ലോകത്തിൻ്റെ അരൂപി, അതെപ്പോഴും നമ്മളോട് പറയും അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് അങ്ങനെ ഒരു അരൂപിയോടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ, ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ, അപ്പോസ്തലന്മാർ വഴി പരമ്പരാഗതമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ പഴഞ്ചനായിപ്പോയെന്നൊക്കെ പറയുന്ന ഒരു തരം ഒരു പ്രയോഗമുണ്ട്. ഒരു പഴമത്വമല്ല. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, ആ ദൈവം ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അവിടുന്ന് സജീവമായി ജീവിക്കും. നമ്മളിവിടെ വിശ്വസിക്കുന്ന ഒരു സജീവ ദൈവത്തെയാണ്. മറ്റുള്ളവരൊക്കെ വിശ്വസിക്കുന്ന പോലെയുള്ള ജീവനില്ലാത്ത ദൈവത്തെ അല്ല. ശരിക്കും സജീവമായി നമ്മളോട് കൂടെ വസിക്കുന്ന, ഇമ്മാനുവലായിട്ട് വസിക്കുന്ന, നമ്മുടെ ഹൃദയത്തിൽ വസിക്കാനായിട്ട് താല്പര്യം കാണിക്കും. നമ്മളെ സ്വന്തമാക്കിയിട്ട് നമ്മളതിലൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെന്നുള്ള ഒരു സത്യം നമ്മൾ മറന്നു വരുന്നത്. അപ്പോൾ ആ ഒരു കൃപയും വരങ്ങളുമൊക്കെ പരിശുദ്ധ കുർബാനയിലൂടെ വിശുദ്ധരായി ഓരോ കുർബാനയിൽ പങ്കെടുക്കുന്തോറും നമ്മൾ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതാണ്. ആ വിശുദ്ധീകരണത്തിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മൾ നിറയുന്നത്. അപ്പോൾ അതുകൊണ്ടല്ല ഈശോ ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് പറഞ്ഞത് അപ്പോസ്തല പ്രവർത്തനം 1-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ഇവിടം വിട്ട് പോകരുത്, അത്യുന്നതിൽ നിന്നും ആ ശക്തി സ്വീകരിച്ചിട്ട് പോകാൻ പാടില്ല, പരിശുദ്ധാത്മാവിനെ കൊണ്ട്. അതുകൊണ്ടാണ് സ്നാപയോഹന്നാൻ്റെ ജ്ഞാനസ്നാനത്തെക്കാളും ഒരു വലിയൊരു ജ്ഞാനസ്നാനം പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനസ്നാനം. അത് നമുക്ക് കിട്ടിയതാണെങ്കിലും നമ്മൾ നിരന്തരം അതിനെ കുർബാനയിലൂടെ വീണ്ടും വീണ്ടും ഈശോയിൽ നിന്ന് വാങ്ങിച്ചെടുക്കണം. ഈശോയിലൂടെയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് കിട്ടുന്നത്. ഈശോ മിശിഹായുടെ ആത്മാവാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ അത് ഈശോയെ സ്വീകരിക്കുന്നതും വിശ്വസിക്കുന്നതനുസരിച്ചാണ് ആ ആത്മാവിനെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ആത്മാവിനെ നമുക്ക് കിട്ടി നമ്മൾ ശിക്ഷിക്കും. അപ്പോഴേ നമുക്ക് ഈ ദുഷ്ടാരൂപിയുടെ എല്ലാ കാര്യങ്ങളും മണത്തറിയാനും തിരിച്ചറിയാനൊക്കെയുള്ള ഒരു പ്രത്യേക വിവേകം നമുക്ക് കിട്ടുള്ളൂ. അതിനാണ് ഈശോ ഭയങ്കര നിർബന്ധമായിട്ട് അങ്ങനെ പറയണേ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കുക, എൻ്റെ ശരീരം ഭക്ഷിക്കുക എന്നൊക്കെ നിർബന്ധമായിട്ട് പറയണത് എന്താ? കാരണം ഈശോയിലൂടെയാണ് ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടുള്ളൂ. ഈ പരിശുദ്ധാത്മാവിനെ കിട്ടിയാലേ നമുക്ക് ഈ ദുഷ്ടാത്മാവിനെ,
ഈ ലോകാരൂപിയെ, ഈ പൈശാചിക ശക്തിയെ നമ്മളിൽ നിന്ന് ആട്ടിയോടിക്കാൻ പറ്റുള്ളൂ. അത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നോളാം. അത് ഇതെപ്പോഴും പറയണമല്ലെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമുക്ക് പിശാചിൻ്റെ രൂപി ഒരു നിസ്സാരവൽക്കരിക്കുക അല്ലെങ്കിൽ ഒരു തരം മടുപ്പ് തോന്നിക്കുകയൊക്കെ ചെയ്യും. നോ, നമ്മൾ നിരന്തരം ഇത് പറയണം. ഇത് പറയുന്നതിൽ യാതൊരു മടിയും തോന്നരുത്. കാരണം സത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിരന്തരം പറയാനും അത് നമ്മൾ ബോധ്യപ്പെടാനും അതിന് പറ്റാത്തൊക്കെ യേശുനാമത്തിൽ തള്ളിക്കളയാനും നമുക്ക് സാധിക്കണം. എന്നാലേ നമുക്ക് ആ നിത്യരക്ഷ മേടിച്ചെടുക്കാൻ പറ്റുള്ളൂ. നമ്മളങ്ങനെ ഓരോ ദിവസവും കുർബാനയിലൊക്കെ പങ്കെടുത്ത് വിശുദ്ധീകരിക്കപ്പെടണം. വചനത്താലും അവർ നല്ല നല്ല പ്രാർത്ഥനകളാലും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുർബാനയിൽ പങ്കെടുത്തിട്ട് ഈശോയെ തന്നെ ഭക്ഷിച്ച് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്കറിയാമല്ലോ, ഈശോയെ കാണുമ്പോൾ പിശാച് എന്താണ് പേടിച്ച്, നീ എന്തിനാണ് ഞങ്ങളെ കൊല്ലാൻ വന്നേക്കാണെന്നൊക്കെ ചോദിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? മാർക്കോസിന് സുവിശേഷം 5-ാം അധ്യായം വായിച്ചാൽ മതി. അപ്പോൾ 1-ാമത്തെ അധ്യായത്തിലൊക്കെ തന്നെയുണ്ട് അത്. അപ്പോൾ അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മളുടെ കൂടെ ഈശോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പിശാചെന്ന് പറയുന്ന ദുഷ്ടാരൂപിയെ ഒരിക്കലും, കാരണം അവൻ്റെ നിലവാരം മാലാഖമാരുടെ നിലവാരമാണ്, നമ്മൾ മനുഷ്യരാണ്. ദൈവം, മാലാഖ, വിശുദ്ധർ, പിന്നെ മനുഷ്യർ എന്നൊക്കെയുള്ള ആ ഒരു തട്ട് പോലെയുള്ള അവസ്ഥകളുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലായതുകൊണ്ട് നമുക്ക് ഈശോ വേണം. അതാണ് പറഞ്ഞത്, ഞാനാണ് നിൻ്റെ വഴി, ഞാനാണ് നിൻ്റെ സത്യം, ഞാനാണ് നിൻ്റെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്നു. അതൊക്കെ നമ്മുടെ മനസ്സിലെപ്പോഴും വേണം. ഞാനിപ്പോൾ പറയുന്ന ഈ ശുശ്രൂഷ നോക്കുമ്പോഴും മിക്കപ്പോഴും തന്നെ പറയുന്നൊരു കാര്യം അതാണ്. കാരണം ഈശോ നമ്മുടെ വഴി, ഈശോ നമ്മുടെ സത്യം, ഈശോ നമ്മുടെ ജീവൻ. എന്തിനാ? കാരണം ഈ പിശാചിനെ ഓടിക്കാനാണ്. കാരണം അവനാണ് എല്ലാ തരത്തിലുള്ള നുണകളും നമ്മളെ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത രീതിയിലൊക്കെ ആക്കി അടപ്പതിപ്പിക്കുന്നത്. അത് മറ്റു പല ഈ ലോകത്തിലെ കുറേ കാര്യങ്ങളിലോട്ടൊക്കെ നമ്മളെ ശ്രദ്ധ തിരിപ്പിച്ച് നമ്മുടെ ജീവനെ വെറുതെ പറ്റിക്കുക. അവൻ്റെ പണി അതാണല്ലോ, നമ്മളെ ചതിക്കുക, പറ്റിക്കുക എന്നുള്ളതാണ്. അത് നമ്മളെപ്പോഴും പറഞ്ഞോളണം. അവനെ യേശുനാമത്തിൽ അവനെ ആട്ടി ഓടിക്കണം നമ്മുടെ ജീവിതത്തിൽ നിന്ന്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ.